ഹലോ, ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പേപ്പറിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, പിന്നെ നല്ല പക്ഷിപ്പനി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാട്ടോ. നമ്മളുടെ കോഴികളെയൊന്നും നമ്മൾ പുറത്ത് വിടാതെ മറ്റു കോഴികളായിട്ടൊന്നും ഇടപഴകാതെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഫാം അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പക്ഷിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ കോഴികളെയൊക്കെ ഒന്നടങ്കം അവർ വന്ന് പിന്നെ കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം പറ്റും. പക്ഷേ അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ വിചാരിക്കണ അത്രയൊന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കോഴികളൊക്കെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ് കേട്ടോ. നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും ഫാമിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ വളർത്തുന്ന പോലെയുള്ള ഫാമിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വരെ ചന്തയിൽ നിന്നും അവിടെ നിന്നൊക്കെ നമ്മൾ കോഴികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ആ കോഴികളെ നമ്മളെ ഫാമിൽ കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ അങ്ങനെ പടരാനും അത് കൂട്ടത്തോടെ ചാവുമ്പോൾ പിന്നെ നമ്മൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യും ആളുകൾ. അപ്പോൾ അതങ്ങനെ ആ പരിസരത്ത് പിന്നെ പരിസരത്ത് എത്ര കോഴികളുണ്ടോ ആ കോഴികളൊക്കെ പിടിച്ച് കൊല്ലും. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത ഉള്ളത് വെച്ചാൽ കോഴി ഇറച്ചിക്ക് ഇപ്പോൾ നന്നായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ടക്കും വില ഉണ്ട്, അത്യാവശ്യം വില ഉണ്ട്. അപ്പോൾ കോഴി കർഷകർക്കൊക്കെ ഇപ്പോൾ നല്ലൊരു ലാഭം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, താത്തങ്ങൾ എങ്ങനെയാണ് കോഴിമുട്ട വിൽക്കൽ, കോഴീനെ വിൽക്കൽ, നിങ്ങൾ എങ്ങനെയാണ് അതിന് വരുമാനം കണ്ടെത്തുന്നത്? ഞങ്ങളവിടെ ഒന്നും സെയിലാവണില്ല, കോഴിമുട്ടക്ക് വില ഇല്ല, അതേപോലെ അങ്ങനെ ആളുകളൊന്നും വാങ്ങിക്കൊണ്ടുപോകണില്ല, വാങ്ങിയാൽ തന്നെ കോഴിക്കൊന്നും വില ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യലുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും ഓരോ റേറ്റ് ആവും. ഇപ്പോൾ ഒരുപാട് കോഴിയൊക്കെ വളർത്തി എല്ലാ വീട്ടിലും കോഴികളൊക്കെ ഉള്ള ആളുകളൊക്കെയാണ്, അതേപോലെ കുറച്ച് കോഴി ഫാമുകളൊക്കെ അടുത്തടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ മുട്ടക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പം കുറച്ച് പിന്നെ നഗരപ്രദേശത്തൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും. പക്ഷെ ഒന്ന് നേരെ മറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു എന്താണ് കോഴികളൊന്നും വളർത്താത്ത ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോഴിമുട്ടയ്ക്ക് ക്ഷാമം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളുടെ ഈ ഇതിലൊക്കെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ, ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് കോഴീനെ വളർത്താനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ ഭാഗത്തേക്കൊക്കെ പാല്, കോഴിമുട്ട അവർക്കൊക്കെ അവിടെയൊക്കെ നല്ല ഡിമാൻഡാവും. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ പൈസ കിട്ടും കോഴിമുട്ടയ്ക്ക്. നമ്മളുടെ ഈ ഒരു ഉൾപ്രദേശങ്ങളിൽ ഉള്ള ഭാഗത്തിലേക്കൊക്കെ എല്ലാവരും കോഴിയും ആടും പശുവൊക്കെ ഏറെയും വളർത്തുന്നവരും പിന്നെ അടുത്തടുത്തുള്ളവരൊക്കെ ആകുമ്പോൾ അവിടെ കുറച്ച് കുറവായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിമുട്ടയ്ക്ക് എന്നും ഡിമാൻഡ് തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, ആകെ നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 10 കോഴിയോ വളർത്തിയാലൊന്നും നിങ്ങൾക്ക് അതിൽ വരുമാനം കണ്ടെത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് നാടൻ കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു 10 20 30 കോഴി മുട്ടയിടുന്ന കോഴി ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് ഡെയിലി 10 മുട്ടയെങ്കിലും കിട്ടുക. കാരണം ഇപ്പോൾ ഒരു 20 കോഴിന് മുട്ടയിടുന്ന കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 കോഴി മുട്ടയിടുന്നുണ്ടെങ്കിൽ 10 കോഴി അടകെടുക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ BV3 അതേപോലെ കൈരളി അതേപോലെ ഗ്രാമശ്രീയുള്ള കോഴികളൊക്കെ ഡെയിലി മുട്ട തരും പോലെ നമ്മളുടെ നാടൻ കോഴികൾ മുട്ട തരില്ല. അവർ ഓരോ ആഴ്ച അവർ റെസ്റ്റ് എടുക്കുമല്ലോ. പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അടയിരിക്കണം ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുട്ട കിട്ടില്ല. അപ്പോൾ നമുക്ക് അട കഴിഞ്ഞിട്ട് നീറ്റ് വരുന്ന കോഴികളുടെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് മുട്ട എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മുട്ടയ്ക്ക് സെയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മുട്ട വേണ്ടി വരും. കാരണം ഒരാളും രണ്ടാളെന്നല്ല നമ്മളിന്ന് മുട്ട മേടിച്ചു കൊണ്ട് പോവുക. അപ്പോൾ അവർക്ക് മുടങ്ങാതെ മുട്ട കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കോഴികൾ തോനെ വേണം. അപ്പോഴാണ് നമുക്ക് കോഴിമുട്ടയിൽ നിന്നുള്ള വരുമാനം കിട്ടുള്ളൂ. അല്ലാണ്ട് ആകെ നമ്മൾ ഒരു 10 കോഴീനെ വളർത്തിയിട്ട് അത് 10 ദിവസം മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവരെ അടയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ 10 ദിവസം പിന്നെ നമുക്ക് അവരെ പിന്നെ ഇത് കഴിയുന്നത് വരെ നമുക്ക് പിന്നെ കോഴിമുട്ട ഇല്ല. അപ്പോൾ നമ്മളുടെ കസ്റ്റമറൊക്കെ അവർ വേറെ ഏതെങ്കിലും കോഴി വളർത്തുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പോയി മേടിക്കാൻ നോക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കസ്റ്റമറെ നമ്മൾ ഒഴിവാക്കാതെ അവർക്ക് ഡെയിലി എന്നും മുട്ട കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കോഴികൾ വളർത്തണം. അപ്പോഴാണ് നമുക്കതൊരു ഡെയിലി വരുമാനമായി തീരുള്ളൂ. ഇപ്പോൾ ഇനി ഒരു 10 15 മുട്ടെങ്കിലും ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ വേണ്ട, 10 മുട്ട കിട്ടിയാൽ മതി. 10 മുട്ട കിട്ടിയാലും നമുക്ക് ഓരോരുത്തർ 20 മുട്ട 30 മുട്ടയൊക്കെയാണല്ലോ നമ്മളെ നിന്ന് മേടിച്ചിട്ട് പോവുക.
എൻ്റെ കസ്റ്റമറൊക്കെ 20-30 മുട്ടയൊക്കെ ഓരോരുത്തർ മേടിച്ച് പോകുമ്പോൾ അവരത് മുട്ട കഴിയാനാകുമ്പോഴത്തേനും അടുത്ത ആൾ അങ്ങനെ. അപ്പം നമുക്ക് സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ നമുക്ക് മുട്ട ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കോഴികളെ വളർത്തണം. അപ്പോൾ കൂടുതൽ കോഴികളെ വളർത്തിയാൽ മാത്രമേ നമുക്ക് മുട്ട കൊടുത്തിട്ടുള്ള പിന്നെ വരുമാനം കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഡെയിലി കൊടുക്കുന്നവർക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ വേറെ കസ്റ്റമറെ തേടി പോകും. അപ്പോൾ നമ്മളുടെ ഒരു കസ്റ്റമർ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളുടെ വരുമാനം അവിടെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇവിടെ അത്യാവശ്യം കോഴിമുട്ട സെയിലും പോകുന്നുണ്ട്. അതേപോലെ കോഴിമുട്ടക്ക് റേറ്റും ഉണ്ട്. പിന്നെ ഒരു വരുമാനം ഞാൻ പറഞ്ഞ അതിനായിട്ട് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വെറും മുട്ട വിറ്റിട്ടുള്ള വരുമാനം മാത്രം കണ്ടെത്താതെ നമ്മൾ കോഴികളെ കൂടി വിൽക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ കോഴിയൊന്നും പിന്നെ എപ്പോഴും വിറ്റ് പോകും. മുട്ട ഡെയിലി പോണ പോലെ കോഴി ഒരിക്കലും പോകില്ല. കോഴിക്കൊരു സീസണിൽ പോവും. അല്ലെങ്കിൽ ഈ കുട്ടികളെ ഏറെ പിടിക്കോഴികളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് വളർത്താൻ വേണ്ടി ആളുകൾ വരും. അത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സെയിൽ കിട്ടുള്ളൂ അല്ലേ. മാസത്തിൽ ചിലപ്പോൾ 2, 3, 4 സെയിൽ പോകുന്നവരുണ്ടാകും. ചിലപ്പോൾ എപ്പോഴെപ്പോഴും സെയിൽ പോകും. അല്ലെങ്കിൽ ചില മാസങ്ങളിൽ നമുക്ക് കോഴികളെ സെയിൽ പോകില്ല. അപ്പോൾ കോഴീനെ വിൽക്കൽ അത് എന്നും കിട്ടുന്നൊരു വരുമാന മാർഗ്ഗമല്ല. നമുക്ക് മുട്ടയാണ് നമുക്ക് ഡെയിലി വരുമാനമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കോഴി വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ മുട്ടക്കോഴി പിടക്കോഴികളെ കുറച്ച് കൂടുതൽ വളർത്താൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 കോഴികൾ അടയിരിക്കുന്നുണ്ടെങ്കിൽ 10 കോഴികൾ നമുക്ക് മുട്ട കൊടുക്കാൻ വേണ്ടി നമുക്കുണ്ടാവാൻ, അങ്ങനെ നമ്മളെ കയ്യിൽ മുട്ട സ്റ്റോക്ക് ഉണ്ടാവണം എപ്പോഴും. അങ്ങനെയാണ് നമുക്ക് ഡെയിലി വരുമാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടാ. കാരണം മുട്ട വിറ്റിട്ടുള്ളത് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ മുട്ട ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റുള്ള കൂടുതലുള്ള ഫുഡുകൾ കൊടുക്കുക. അതേപോലെ നമ്മൾ അവർക്ക് മുട്ട കിട്ടുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. അവർക്ക് നല്ല ഫുഡ് കൊടുത്താലും അവർക്ക് അതിൻ്റേതായ കെയറൊക്കെ ചെയ്താൽ മാത്രമേ മുട്ട കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ നോക്കാതെ മുട്ട മാത്രം പെറുക്കാൻ വേണ്ടി ചെന്നാൽ ശരിയാവില്ല. അപ്പോൾ നല്ല കെയറിങ്ങോട് കൂടി നോക്കും കൂടി ചെയ്താൽ നമുക്ക് പകുതിയും അല്ലാണ്ട് മുട്ട വിറ്റിട്ട് നമുക്ക് പൈസ കിട്ടിയാൽ, അതേപോലെ കോഴിനെ വിറ്റ് പൈസ കിട്ടിയാൽ നമുക്ക് പകുതിയും നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമുക്ക് തീറ്റ വാങ്ങുകയല്ലേ. അല്ല പുറത്ത് വിട്ട് വളർത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഫുള്ള് ലാഭം തന്നെയായിരിക്കും. അപ്പം എന്നെപ്പോലുള്ള ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊക്കെ തീറ്റ ചാക്കാണ് എടുക്കുക. ഗ്രോവറായാലും ലെയർ പെല്ലറ്റ് ആയാലും തവിടൊക്കെ ആയാലും ഞാൻ ചാക്കാണ് കൊണ്ടുവരിക. അപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലൊരു സംഖ്യ ചിലവാകും. അപ്പോൾ അതിൻ്റെ പകുതിയും എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ വരുമാനം പോണത്. എന്നാലും മാഷാ അല്ലാഹ് എനിക്ക് ഡെയിലി മുട്ട കിട്ടുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഡെയിലി എനിക്ക് പോകുന്നുണ്ട്. കോഴിമുട്ടകൾക്ക് എനിക്ക് സെയിലിന് ആളിഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ നാവാണ് നമ്മളുടെ മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോഴിമുട്ട ഇനി അഥവാ അവിടെ പോണില്ലെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അവിടെ 10 രൂപക്കാണ് കോഴിമുട്ട പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ 10 രൂപക്ക് കൊടുത്തിട്ട് പിന്നെ പിറ്റത്തെ വർഷം നിങ്ങൾ 1 രൂപ വെച്ചിട്ട് കൂട്ടാൻ വേണ്ടി നോക്കിയാൽ മതി. ചില ഭാഗത്തൊക്കെ 8 രൂപക്കാണെന്ന് പറഞ്ഞു. 8 രൂപക്കാണെങ്കിൽ സ്ഥിരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിറ്റത്തെ ഒരു വർഷം വരുമ്പോൾ നിങ്ങൾക്ക് അത് 9 ആക്കാം, 10 ആക്കാം. ഇപ്പം എല്ലാത്തിനും ഒരു പാലിനാണെങ്കിലും എല്ലാത്തിനും പൈസ തന്നെയല്ലേ. പിന്നെ നമ്മളെപ്പോലത്തെ ഒരു തീറ്റ വാങ്ങി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസം അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മാസം നമുക്ക് തീറ്റ വാങ്ങിയാൽ ആ പൈസ അല്ലേ നമുക്ക് അടുത്ത മാസം, അത് കയറിയും കുറഞ്ഞും ഇരിക്കും. ചില മാസങ്ങളിൽ നല്ല പൈസ ഉണ്ട് ചാക്കിന്, ചില മാസങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റയുടെ വില അനുസരിച്ചിട്ട് നമുക്ക് കോഴിമുട്ടക്ക് ഇപ്പോൾ നമ്മളെ ഈ മാസം വില കൂടിയെന്നനുസരിച്ചിട്ട് നമുക്ക് പിറ്റത്തെ മാസം നമുക്ക് കോഴിമുട്ടക്ക് വില കൂട്ടാൻ പറ്റുമോ? ഇല്ല. നമുക്കതൊരു ഫിക്സ്ഡ് ആണ് നമുക്ക് കോഴിമുട്ടയുടെ വില. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെ മേഖലയിൽ കൂടെ നമുക്ക് വരുമാനം കിട്ടണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നിടത്താണ്. അപ്പോൾ ചിലർ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്നവരുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനത്തവരൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ തള്ളയും കുട്ടികളെയും കൂടിയും കൊണ്ടുപോകണവരുണ്ട്. അതേപോലെ ചെറിയ കുട്ടികളെ കൊടുക്കുന്നവരുണ്ട്. ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കാറില്ല. കാരണം അത് അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലൊന്ന് വിചാരിച്ച് തള്ളക്കോഴിനെയും കുട്ടികളെയും കൂടി ഒക്കെ ഇവിടുന്ന് ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് പറ്റുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല പേരൻറ് സ്റ്റോക്ക് അങ്ങോട്ട് പോയി കിട്ടണം. അപ്പോൾ നമുക്ക് മുട്ട ഉൽപ്പാദനം കുറയുകയും ചെയ്യും. കാരണം അപ്പോഴത്തേനും നമ്മൾ വേറെ കോഴികളെ അതിന് സജ്ജീകരിച്ച് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ടയിടുന്ന കോഴികൾ നമ്മളെ കയ്യിൽ എപ്പോഴും വേണം, പേരൻറ് സ്റ്റോക്കായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക്
നമ്മളെ കയ്യിൽ എപ്പോഴും ആളുകൾ ആര് വന്ന് ചോദിച്ചാലും കോഴിമുട്ട കൊടുക്കാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ചില സമയങ്ങളിലൊന്നും എനിക്ക് വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ തീരെ ഉണ്ടാവാറില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കോഴികളെ വളർത്തുന്നവർ 1-2 കോഴികളെ അല്ലെങ്കിൽ 10 കോഴികളെ വളർത്താതെ മുട്ട ഇടുന്ന കോഴികളെ കൂടുതൽ വളർത്തിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴും നമ്മളെ കയ്യിൽ കോഴിമുട്ട സ്റ്റോക്കുള്ള രീതിയിൽ വേണം നമ്മൾ കോഴികളെ വളർത്താൻ. അപ്പോഴാണ് നമ്മൾക്ക് പിന്നെ കസ്റ്റമർ സ്ഥിരം ഉണ്ടാവുള്ളൂ. ഒരു വട്ടം വന്നിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ വേറെ കസ്റ്റമറെ തേടി പോയാൽ അത് നമുക്ക് നഷ്ടപ്പെടും. ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ. താങ്ക് യു.